നമുക്ക് രാവിലെ തന്നെ ഒരു പണി കിട്ടി. നമ്മൾ ചപ്പാത്തി ചുടുന്നതിനിടയിൽ ഗ്യാസ് തീർന്നു പോയി. നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, നമ്മൾ തന്നെ ഗ്യാസൊക്കെ പിടിപ്പിച്ചു. നമ്മളങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് തീർത്തു. നമുക്കിപ്പോൾ രാവിലെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ബാക്കി അറിയിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണത്തിൽ പോയി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. നല്ല കളർഫുൾ കല്യാണമായിരുന്നു, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതാണ് ജോണങ്ങൾ, പെണ്ണിൻ്റെ അപ്പൻ, ഇതാങ്ങള, ഇതമ്മ. അപ്പോൾ അവിടെ ലൈവായിട്ട് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ വാച്ചൊന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മളൊരു കടയിൽ കയറി. അപ്പോൾ ചേട്ടൻ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാമെന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ 34 വർഷം പഴക്കമുള്ള കടയാണെന്നാണ് പറഞ്ഞത്. ആ ചേട്ടൻ 92 വന്നതാണ് ഇവിടെ. നല്ല രസമുണ്ട്. കുറേ നേരം ആ ചേട്ടനായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ വാച്ചൊക്കെ ശരിയാക്കി തന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്ന വഴിക്കാണ് ഇത് സ്ട്രീറ്റ് ലൈറ്റ് ഓണായി കിടക്കുന്നത്. ഇന്നലെ രാത്രി ഇവിടെ 6 മണി മുതൽ 1 മണി വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ ലൈറ്റ് ഓണാണ്. ഞാൻ വന്ന് വെള്ളമൊക്കെ കുടിച്ചു, ഫോണിലൊക്കെ കളിച്ചു, തുണിയൊക്കെ മടക്കി വെച്ചു. വെറുതെ ഞാനൊരു മാജിക് ഷോ കാണിച്ചത്. അപ്പോൾ സാധാരണ അമ്മാമ്മയുണ്ട് തുണി മടക്കുന്നത്. ചിലപ്പോൾ ഞാൻ മടക്കും, ചിലപ്പോൾ അമ്മാമ്മ മടക്കും. അപ്പോൾ ഇത്തവണ അമ്മാമ്മ റെസ്റ്റ്, ഞാൻ മടക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് കസ്റ്റമറിന് കൊടുക്കാനുള്ള വർക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തുണിയൊക്കെ തേച്ച് മടക്കി പാക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ചെടികളാണിതൊക്കെ. അപ്പോൾ ഇവർ ഇതിനു മുന്നേ ഷൂട്ടിങ്ങിന് വന്നവർ ഇതെല്ലാം മാറ്റിയ സമയത്ത് കുറച്ചിങ്ങനെ കെട്ട് വീണ് പോയി. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ശരിയാക്കി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.